തോന്നില്ല. ഒക്കെ ഒരു തോന്നല കുട്ടി. ഞാനിതാ വന്നു. അതല്ലേട്ടാ, അതിനെന്താ പറയാനുള്ളതെന്ന് അറിയില്ലാലോ. രാമ, ഇഷ്ടക്കൂടുതലാവാം, ആവേശമാവാം, പക്ഷേ വിധേയത്വം അതൊരു പുരുഷനെ ചേർന്നല്ല. എനിക്ക് മനസ്സിലാവണില്ല. വേണി വിളിക്കുന്നവർക്ക് ഓടിച്ചെന്ന സമ്പ്രദായം നല്ല നമ്പൂരാർക്കിടയിൽ ഇല്ലാതെ. അകത്തുള്ളവർക്ക് പറയാൻ എന്താന്ന് വെച്ചാലും അത് വാതിലിന് അപ്പുറത്തുനിന്ന് പറയട്ടെ. അതല്ലേ അതിന്റെ ഒരു രീതി. ഞാനത് മറന്നു. ഇപ്പൊ സകല നിലയും പോയേനെ. രാത്രിക്ക് എന്താ പറയാനുള്ളതാ? വിരണ്ടു പോയിട്ടുണ്ടോ? ഇത്ര നേരം ഇരുന്ന് സംസാരിക്കാൻ ഇടയുണ്ടാവോ? എന്താ പറയണ്ടേ? ആ വാന്ന് പറഞ്ഞാലോ? ശരിയാ, ഇത്തിരി ഗൗരവം പിടിക്കുന്നത് നല്ലതാ. ഇപ്പൊ നേരം ഉണ്ടാവില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് മേലത്തൂര് പോയി വൈദ്യരെ കണ്ട് വൈദ്യർക്ക് ചില മരുന്ന് കുറിച്ച് കൊടുക്കാനുണ്ട്. അങ്ങനെ വേള വിളിക്കുന്ന നേരത്തേക്ക് ഓടി വരണ കൂട്ടത്തിലല്ല. കുറേടുത്ത് രാമൻ നമ്പൂരി അങ്ങനെ നിരീക്ഷോളൂ. പാവത്തിന് വലിയ വിഷമായിട്ടുണ്ടോ? പോയിട്ട് വരും കുട്ടി, എല്ലാം നല്ലതാണെന്ന് കരുതാ. കുഞ്ഞിനിപ്പോ കുട്ടിയെ നോക്കിക്കോളൂ കേട്ടോ. ഒരാളിത്തിരി വൈകും. ഉറക്കം വരണോ വെച്ചാ വിളക്കടച്ച് കിടന്നോളൂ. ഞാൻ വന്നിട്ട് വിളിച്ചിടത്ത് കാണാം. അവര് പോയിന്ന് തോന്നുന്നു. എന്നാൽ ഏട്ടൻ തിരുമേനിക്ക് ചിലത് കേൾക്കാനുള്ള ഇടയുണ്ടാവുമോ? വിലക്കില്ലാച്ചാൽ പുറത്തു വന്ന് നേരിട്ട് പറയായിരുന്നു. അതാ പറയാനുള്ളത്. വന്നോട്ടെ. നിർബന്ധിച്ചതുകൊണ്ടാ അവര് പോയത് അല്ലേ? നിർബന്ധിച്ചു, പക്ഷേ അദ്ദേഹത്തിന് പോകേണ്ട അത്യാവശ്യമുള്ളതുകൊണ്ടാ. അത്യാവശ്യം എനിക്ക് മനസ്സിലാകും. വരാൻ വൈകുന്നു പറയുന്നത് കേട്ടു. അപ്പൊ പിന്നെ ഇന്ന് രാത്രി ഞാൻ കിടക്ക വിരിക്കേണ്ടത് ഈ മൂസാമ്പൂർക്ക് വേണ്ടി തന്നെ അയക്കൂലേ? അതിനു വേണ്ടി തന്നെ ആയിരുന്നല്ലോ ഈ വേളി എന്ന നാടകം. മുൻപൊക്കെ രഹസ്യമായി അനുഭവിച്ചിരുന്നത് സ്വന്തം ഇല്ലത്തെ സുരക്ഷിതമാക്കി വെച്ച് അനുഭവിക്കാൻ. ഇനി കുളപ്പുഴവിൽ ആളൊഴിയാൻ കാത്തു നിൽക്കണ്ട. പുറംചാത്തത്തിന് കൽപ്പകശ്ശേരി പത്തായപ്പൂരിൽ പതുങ്ങിയിരിക്കണ്ട. ദ്വാദശി വാരത്ത് അമ്മാത്ത വിളക്കണേണ്ടത് വേലി ഇരുപത്ത് നോക്കി നിൽക്കണ്ട. അനിയ നമ്പൂരിയുടെ കിടപ്പറയിൽ രഹസ്യക്കാരിയെ ഒരു താലി ചേർന്ന് ബന്ധിക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപയോഗിക്കുക. പുറത്ത് സാത്വികനായ ബ്രഹ്മചാരിയായിട്ട് നടിക്കുക. അസ്ഥിരായിട്ടുള്ള മൂസാമ്പൂരിയുടെ കൗശലം കൊല്ലു. അതിന് അവകാശമുള്ള ആളല്ലേ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ പുരുഷൻ. എന്റെ 10ാം വയസ്സിന്റെ കുളപ്പടവിൽ ഇറങ്ങി വന്ന ഗന്ധർവൻ. അഷ്ടോത്തിയുടെ അർത്ഥമറിയാനെത്തിയ ശിഷ്യക്ക് അഴുക്കും മെഴുക്കും പുരണ്ട കുളപ്പടവിലെ പ്രാണൻ മുറിയുന്ന വേദനയും കരച്ചിലുമാണ് കാമമെന്ന് പഠിപ്പിച്ച എന്റെ ആദ്യ ഗുരുനാഥൻ. മരണത്തെ ഓർത്ത് ഞാൻ ഇപ്പൊ നടുകാറില്ല മൂസാമ്പൂരി. താതയുടെ മരണം 10 വയസ്സുള്ള പ്രായത്തിൽ സംഭവിച്ചു കഴിഞ്ഞുല്ലോ. ഇനി എന്തോ മരണം, ഇനി ജീവിതമേ ഉള്ളൂ. ജീവിതത്തിന്റെ ആഘോഷം. എല്ലാ ഇദ്ദേഹത്തിന്റെ അനിയനോട് തുറന്നു പറയാനാണ് വിളിപ്പിച്ചത്. ഇന്നും ഇതിന് മുൻപുണ്ടായിട്ടുള്ള സകല രഹസ്യ പത്രങ്ങളും തുറന്നു പറയാം. അതൊരു ശുദ്ധനാണെന്ന് തോന്നി. എല്ലാം കേട്ട് പിന്മാറുമെങ്കിൽ ആയിക്കോട്ടെ. ഇനി അതല്ല, എല്ലാം ക്ഷമിച്ച് കൂടെ പൊറുപ്പിക്കുമെങ്കിൽ ഇന്ന് മുതൽ അങ്ങോട്ട് നന്നാകാന്ന് നിരീക്ഷിച്ചു. പക്ഷെ ബോധ്യേ അതൊരു ശുദ്ധനല്ല, വിധിയ. ഏട്ടൻ ചെറുത വയ്ക്കുന്ന ഒരു നാടകത്തിൽ വിധിവേഷം കെട്ടിയാടുന്ന ഒരു കോമാളി. അത് ശരി. അപ്പോ നീ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി എന്താ നിന്റെ അടുത്ത തീരുമാനം? എന്നെ അനുസരിച്ച് ഇവിടെ കഴിഞ്ഞ നിനക്ക് ഒന്നിനും ഒരു മുട്ടുണ്ടാവില്ല. തേച്ചു കുളിക്കാൻ എണ്ണയും നല്ല വസ്ത്രത്തിൽ
വെച്ചാൽ ഇവിടെ തറപ്രയിലെ ക്ലാവ് പിടിച്ചൊരോട്ടുള്ളിൽ പോലെ അവസാനിക്കും എന്റെ ജന്മം. അത് വേണോ? അത് പാടില്ലല്ലോ. രാത്രി ഒരിക്കലും ഒരു ഓട്ടുരുളിയല്ല, പൊൻതളികയാ. ഇടയ്ക്കിടെ തേച്ചും മിനുക്കിയും അഭിലാഷങ്ങളുടെ ഒലിയിൽ കാച്ചിയെടുത്തും തിളക്കം വരുത്തുന്ന ഒരു പൊൻതളിക. ആ തിളക്കം കണ്ട് നമ്പൂരാനെല്ലാം നടുങ്ങുന്ന ഒരു ദിവസം വരും. അതുവരേക്കും രാത്രി ഇവിടെ തന്നെയാ. പേടിക്കണ്ട, അടിയനങ്ങ് പോയേക്കാം. പണ്ഡിതനായ നമ്പ്യാത്തന്റെ ബ്രഹ്മചാരിത്വത്തിന്റെ മുഖംമൂടി അഴിഞ്ഞുപോയി. കൗപീനം കൊണ്ട് മുഖം പറിക്കാനുള്ള ഒരു ഗതികേട് ഇപ്പൊ ഞാനായിട്ട് ഉണ്ടാക്കണില്ല. ഇപ്പോ തർക്കം എന്താ വെച്ചാ, വാനപ്രസ്ഥ വേളയില് പാണ്ഡുവിന്റെ മരണത്തിന് ഹേതുവായത് കിന്ദമഹർഷിയുടെ ശാപം നടപ്പിലാവണമെന്ന ദൈവേച്ഛയായിരുന്നോ അതോ മാതൃയുടെ സൗന്ദര്യമായിരുന്നോ എന്നുള്ളത് ആ ചോദ്യം. രണ്ടുമല്ല. കാമം ദിഗ്വിജയ്ക്ക് പോലും പിടിച്ചു കിട്ടാൻ കഴിയാതെ പോയ കാമം. ഇനി ചിരിയും നോക്കി നിൽക്കണ്ട. ലാവളിച്ചുണ്ടെന്ന് വിചാരിച്ചിട്ട് നേരെ വെളുക്കുവോളം കക്കാനിറങ്ങിയ കള്ളൻ പിടിക്കപ്പെടും. മേഴത്തൂർക്ക് ചികിത്സയ്ക്ക് പോയ മണവാളനുകാരൻ കയറി വന്നാലോ? ഇങ്ങോട്ടേക്ക് ഇനിയിപ്പോ രാമനെ ചതിച്ചതിനാൽ മനസ്താവം വരുന്നുണ്ടോ താത്രയ്ക്ക്? ഈ ചോദ്യം കുറച്ച് മുൻപേ മൂസാമ്പൂരി ചോദിച്ചില്ല. ചോദ്യവും മറുചോദ്യവും അപ്പൊ കേട്ടില്ല. നിനക്കിപ്പോ എന്തും പറയാലോ. ഇവിടെ ഞാൻ നിന്റെ അടിമയാണല്ലോ. ഇവിടെ മാത്രം പുറത്തിറങ്ങിയ മൂസാമ്പൂരി പിന്നെ യജമാനനാകും. ആക്രോശിക്കും. ആള് കുടുംബം പണ്ഡിതനാകും, സാത്വികനാകും, ബ്രഹ്മചാരിയുമാകും. അങ്ങനെ എന്തെങ്കിലും വേഷങ്ങളായി ആണുങ്ങൾക്ക്. കുഞ്ഞാത്തോലെ, കുഞ്ഞാത്തോലെ, വാതിൽ ചാരിയിട്ടില്ലല്ലോ, പോന്നോളൂ. കുഞ്ഞാത്തോലെ, ചെറിയബ്രം വന്നിരിക്കുന്നു. അതിന് മൂസാമ്പൂരി എന്തിനാത്ര പരിഭ്രമിക്കണേ? വേളി വിളിച്ചെടുത്തേക്കൊന്നും വരാൻ പോലും മനസ്സില്ലാത്ത വലിയ അഭിമാനിയല്ലേ അദ്ദേഹം. വേളിയുടെ കിടപ്പറയിലേക്ക് വിളിക്കാത്തന്നെ കയറി വന്ന ഏട്ടനമ്പൂരിയെ കാണുമ്പോ അയാൾ എന്താ പറയാന്നറിയാം. കുഞ്ഞാത്തോലെ, ഇത് കളിയല്ല, ഇതൊരു കളിയായിട്ട് തന്നെ കണ്ടാ മതി മാധവി. ഇവിടെ ശത്രു നമ്മുടെ രക്ഷകനാകും. ഇങ്ങനൊരു അവസരത്തിൽ മാത്രം. പണ്ട് പൂതാനം ഭഗവാൻ അമരപ്രഭു എന്ന് എഴുതി പോയതിന് സംസ്കൃത പണ്ഡിതര് മരപ്രഭു എന്നങ്ങോട്ട് പറഞ്ഞു പരിഹസിച്ചപ്പോ ശ്രീകോവിലിന്റെ അകത്ത് നിന്ന് ഭഗവാൻ താൻ മരപ്രഭുവാണെന്ന് സ്വയം സമ്മതിച്ചു എന്നാണ് ഐതിഹ്യമെന്ന് ഞാൻ പറഞ്ഞപ്പോ ഭഗവാൻ അങ്ങനെ സമ്മതിച്ചിട്ടും പിന്നെ എന്താ ഭഗവാൻ ഒരു മരപ്രഭു എന്ന് വിളിക്കാത്തത് താത്രി. അപ്പൊ ഈ മാധ്യമ ഒരു വിട്ടിത്തരാണ് പറഞ്ഞു. നീ പറഞ്ഞു, നീ എന്തോ പറഞ്ഞു. അപ്പൊ താത്രി പറയാ, മേൽപ്പത്തൂരിന്റെ ഭക്തിയേക്കാളും ഭഗവാൻ ഇഷ്ടം പൂന്താനത്തിന്റെ വിഭക്തിയാണെന്ന്. ഭയങ്കര ജ്ഞാനോടെ കുട്ടിക്ക് അസാധ്യം. അനുഭവം ഗുരു. എന്റെ താത്രി ഇതിനെ ചിരിപ്പിക്കില്ലേ, എനിക്ക് വയ്യ. വൈദ്യരെ കണ്ടില്ലേ കുട്ടിയെ? നന്നായി. നീ എന്തിനാ താനിവിടെ വീഴ്ചിക്കണേ? പോന്നോളാം. അവരായി അവരുടെ പാടായി വരിക.